നമസ്കാരം. CPI-CPM ബന്ധം ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണക്കാർ ഒന്നേയുള്ളൂ, അത് CPM ആണെന്ന് ബിനോയ് വിശ്വം കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവം? ഘടകകക്ഷികൾ CPI കൂടാതെ മാണി ഗ്രൂപ്പുണ്ട്. അതോടെ മാണി ഗ്രൂപ്പിന് സീറ്റുകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും മാണിയുണ്ട്, അതോടൊപ്പം തന്നെ ദല്ലുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു വിഭാഗം വരുന്ന RSPയുടെ ഒരു വിഭാഗമുണ്ട്. ഇവരൊക്കെ LDFിൻ്റെ ഘടകകക്ഷികളാണ്. എന്നാൽ ഈ CPM എന്ന് പറയുന്ന അതിലെ വല്യേട്ടന്മാർ ബാക്കിയുള്ള ഘടകകക്ഷികളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഘടകകക്ഷികളെ കൂടി ഈ CPIക്ക് എതിരാക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് സത്യത്തിൽ CPM പുറത്തേക്ക് വരുന്നത്. ഇക്കാര്യം ബിനോയ് വിശ്വം തന്നെ ഈ പറയുന്ന ഇവരുടെ CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ബിനോയ് വിശ്വം പറയുകയും ചെയ്തു. ഇവിടെ നമ്മൾ നോക്കേണ്ടത് CPM നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ശരിയായ ദിശയിലേക്ക് പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ കൊണ്ട് എത്തിക്കുമോ എന്നുള്ളതാണ്. അതായത് ബിനോയ് വിശ്വം പറയുന്നതനുസരിച്ചാണെങ്കിൽ. അപ്പോൾ ഇവരെയൊക്കെ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, അതായത് ഓരോ ഘടകകക്ഷികളെയും ഒരു ഘടകകക്ഷികളുടെ അല്ലെങ്കിൽ LDF യോഗത്തിലല്ല, പകരം ഓരോ ഘടകകക്ഷികളെയും പ്രത്യേകമായി പോയി കണ്ടിട്ടാണ് പാർട്ടി നേതാക്കൾ CPIക്കെതിരായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ CPI ഇവിടെ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഒന്ന്, നിയമസഭാ കക്ഷി ഉപനേതാവ് സ്ഥാനമാണ്, അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം. ഇത് സ്വാഭാവികമായും അങ്ങനെയൊരു സ്ഥാനം CPIക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ CPIക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരോ അല്ലെങ്കിൽ ഒരു സ്ഥാനമോ നൽകാൻ എന്തിനാണ് CPM ഇത്ര ഭയക്കുന്നത്? അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. അത് തെറ്റായ കീഴ്വഴക്കമെന്നല്ല, തെറ്റായ പ്രവണതയാണെന്ന് പറയേണ്ടി വരും. CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആദ്യത്തെ പാർട്ടി. അതിൽ നിന്നും 64 പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത്, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് മാറുന്നത്. എന്നാൽ ആദ്യത്തെ പാർട്ടി എന്നുള്ള നിലയിൽ CPI ഉണ്ട്. പക്ഷേ കാലക്രമേണ CPMലേക്ക് കുറേയധികം ആളുകൾ ആകർഷിക്കപ്പെടുകയും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വലിയ ശക്തിയായി മാറുകയും ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോഴും ഒരു തുടക്കം കിട്ടിയിരിക്കുന്നത് എപ്പോഴും CPIക്ക് തന്നെയാണ്. പക്ഷേ CPIയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, CPI ഇപ്പോഴും ഒരു പഴയ കാലത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രണ്ടാം നിരയിലേക്ക് തരംതാഴ്ത്തപ്പെട്ടുപോവുകയും LDFിൻ്റെ ഭാഗം അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണിയുടെ രണ്ടാം കക്ഷിയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാൽ തന്നെയും ഇവിടെ ചില മുന്നണി മര്യാദകളുടെ ഭാഗമായി LDFിനുള്ളിൽ CPIക്ക് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ 27 സീറ്റ് മാത്രം CPMന് കിട്ടിയപ്പോൾ 8 സീറ്റൂടെ ചേർത്ത് വെച്ചിട്ട് 35 സീറ്റ് എന്ന് പറയുന്നൊരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ വിജയത്തിലേക്കല്ല, അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോഴും 8 സീറ്റ് ഇവർക്ക് അവകാശപ്പെട്ട സീറ്റുണ്ട്, അതായത് CPIക്ക്. അപ്പോൾ സ്വാഭാവികമായും LDFിലെ രണ്ടാം കക്ഷിയായ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കുന്നതിന് എന്താണ് ഇത്ര കനം? നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടും സത്യത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതിനെക്കാട്ടിൽ അതിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി CPIയിലെ ഏതെങ്കിലും ഒരു നല്ല നേതാവിനെ അവിടെ പിടിച്ചിരുത്താമല്ലോ. ഇവിടെ നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്താൽ മതി, ഇന്ന ആളാണ് ഉപനേതാവ് എന്ന് വെറുതെ എഴുതി സ്പീക്കറുടെ കയ്യിൽ കൊടുത്താൽ മാത്രം മതി. അവിടെ ബാക്കി സ്പീക്കർ നോക്കിക്കൊള്ളും കാര്യങ്ങൾ. അക്കാര്യം എനിക്ക് തിരുവഞ്ചൂർ തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ അതിന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തയ്യാറാകാത്തത്? എന്നാൽ ഈ പിണറായി വിജയനെ കൊണ്ട് CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ LDFിൻ്റെ നല്ല ശക്തനായൊരു പ്രതിപക്ഷ നേതാവായിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ ആ സമയത്ത് പ്രതിപക്ഷ നേതാവായപ്പോൾ, അദ്ദേഹത്തിന് ഏകദേശം ഈ പ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. ആ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷം എങ്ങനെ ആയിരിക്കണമെന്ന് സത്യത്തിൽ നമുക്ക് കാണിച്ചു തന്നു. സഭയിലെ പ്രസംഗങ്ങൾ അടക്കം ഉള്ളവ എടുത്ത് പരിശോധിച്ചാലും ഓരോ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ VS അച്യുതാനന്ദൻ എത്ര ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ബോധ്യപ്പെടും.
ഇവിടെ പിണറായി വിജയൻ ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിനെ ഇപ്പോഴും വിടാതെ പിടികൂടിയിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനം. കാര്യം 10 വർഷം ഇരുന്നതിൻ്റെ ഒരു ഒരു ഹാങ് ഓവർ ഉണ്ട്. ആ ഹാങ് ഓവർ ഇതുവരെ പ്രതിപക്ഷ നേതാവിന് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുർബലനായി തന്നെ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ സഭയിലുടനീളം കാണുന്നത്. സഭയിൽ മാത്രമല്ല, പുറത്തും. ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തോട് അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ജനവിദ്രോഹപരമായ സമീപനത്തോട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ കാണുന്നതേയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM ഈ പറയുന്ന പോലെ തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അതിനിടയിലാണ് CPI ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ വിവാദങ്ങളും. ഇപ്പോൾ നമുക്കറിയാം, ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ രാഷ്ട്രീയവും ബിസിനസ്സും വേറെ വേറെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് CPI നേതാവ്. അപ്പം ഇതിനകത്ത് CPIക്കുള്ള മറ്റൊരു എതിർപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് പാർട്ടിയിലെ ബാക്കി അല്ലെങ്കിൽ മുന്നണിയിലെ ബാക്കി ഘടകകക്ഷികളോട് ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നു, കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക്. അപ്പോൾ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്ന് പറയുന്ന നിലപാടിൽ നിന്നും ഒരടി പോലും അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം നിയമസഭയിൽ പാർലമെൻ്ററി യോഗങ്ങളോ കമ്മിറ്റികളോ LDFൻ്റേതായി ഉണ്ടാകില്ല. അതുണ്ടാകണമെങ്കിൽ CPIയുടെ ആവശ്യം പരിഗണിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി CPI നൽകുന്നുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ മാറി നിൽക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല CPI. അതുകൊണ്ടാണ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടതും അതിൽ പങ്കെടുത്തതും എന്നും കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ യോഗത്തിലാണെങ്കിലും ബാക്കി എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഈ പറയുന്ന നിലപാട് തന്നെയാണ്. ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്ന അതിശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമീപനം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അത് അവരുടെ ഒരു ആവശ്യവുമാണ്. അപ്പോൾ ആദ്യം ഇവർ ഇതിനകത്ത്, അതായത് ED റെയ്ഡ് ആദ്യമായിട്ട് നടന്നപ്പോൾ 27 മെയ് മാസത്തിൽ ഇങ്ങനെയൊരു റെയ്ഡ് ആദ്യമായി നടത്തിയപ്പോൾ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരായി നടന്ന ഒരു റെയ്ഡ് എന്നുള്ള നിലയിലാണ് അതിനെ രാഷ്ട്രീയമായി ബിനോയ് വിശ്വം അല്ലെങ്കിൽ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പം ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെയല്ല. പക്ഷേ അങ്ങനെ പെട്ടതിലും പാർട്ടിക്കുള്ളിൽ ശക്തമായ മുറുമുറുപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീണ തൈക്കണ്ടിയിലെതിരായി ഉയരുന്ന ഈ ഒരു അന്വേഷണത്തെയും ഒരു കാരണവശാലും പ്രതികൂലിക്കേണ്ട അല്ലെങ്കിൽ ഇതിനെതിരായി ഒരു നീക്കം നടത്തേണ്ട എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ദുർബലമാണ് എന്ന് പറയുന്ന ഒരു ആത്മവിമർശനമുണ്ട്. അതായത് AISFും AYFും പോലുള്ള യുവജന സംഘടനകൾ വളരെ ദുർബലമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവർ പരമാവധി പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ 6 വർഷമായി ഒരു സമ്മേളനം പോലും ഇതുവരെ AYFൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് K രാജനെയാണ്. അതിൻ്റെ ചുമതലയുള്ളത് K രാജൻ ആണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് രാഷ്ട്രീയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാം VD സതീശനടക്കം നിരവധി ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ നിരവധി ആളുകളാണുള്ളത്. അപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിലേക്ക് ജൻസികളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു മാർഗം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ആണ്. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഇതുവരെ ബിനോയ് വിശ്വത്തിൻ്റെ സോഷ്യൽ മീഡിയ ഉണ്ട്, ബിനോയ് വിശ്വത്തിൻ്റേതായിട്ട് അല്ലെങ്കിൽ AYFൻ്റേതായിട്ടോ AISFൻ്റേതായിട്ടോ എത്ര സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇന്ന് നമുക്കിവിടെയുണ്ട്. ഒന്നും നമുക്കങ്ങനെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിലും ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കുവാൻ അല്ലെങ്കിൽ അക്കാര്യത്തിലും ശക്തമായ ഒരു വിമർശനം മുന്നോട്ട് കൊണ്ടുവയ്ക്കുവാൻ അവിടെ കഴിയുന്നുണ്ട്. അതെല്ലാം K രാജൻ എന്ന് പറയുന്ന ഒരാളുടെ പരാജയമാണ്. പക്ഷേ K രാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശക്തനായ ഒരു നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അതിനായി കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെയൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ അതെല്ലാം അവരുടെ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇന്ന് വീണ തൈക്കണ്ടിയിലെതിരായി നടക്കുന്ന ഈ ED അന്വേഷണത്തിനെ യാതൊരു തരത്തിലും പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നൊരു നിലപാടിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM നടത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ
CPIക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനോടും അവർക്ക് അല്പസ്വല്പം എതിർപ്പുകളുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ. ഒരുപക്ഷെ നാളെയുടെ അല്ലെങ്കിൽ ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് തന്നെ നമുക്ക് ഊഹിക്കേണ്ടി വരും. അതായത് ചരിത്രപരമായ ഒരു മാറ്റം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഈ CPMൻ്റെ ഈ ഒരു വല്യേട്ടൻ നിലപാട് CPM മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി UDFിലെ ഘടകകക്ഷിയായി മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്ന ഒരു മുന്നണി UDF തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുഖ്യമന്ത്രി ആയിട്ടാണെങ്കിലും അവരുടെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഭാഗമായി വന്നിട്ടുള്ള MLAമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ക്വാളിറ്റി എടുത്ത് പരിശോധിക്കുമ്പോഴും ഇനി വരുന്ന ഒരു 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും UDF തന്നെ വീണ്ടും ഒരു ചരിത്രപരമായ ഭരണ തുടർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത 5 വർഷം CPMനെ പോലൊരു പാർട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത വീണ്ടും ഒരു 3-ാം വട്ടം, അത് ചരിത്രമായിരിക്കും, 3-ാം വട്ടം വീണ്ടും UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടി നമുക്കിവിടെ കാണേണ്ടി വരും. അതായത് 2036 വീണ്ടും ഇതേ CPM തന്നെ UDF തന്നെ അധികാരത്തിലേക്ക് തുടരും. കാരണം എന്താ, ഇന്നത്തെ CPM ദുർബലമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. LDF ദുർബലമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് LDFിലെ ഘടകകക്ഷികളെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ യാതൊരു നടപടികളും മുന്നണി യോഗത്തിൽ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത് ഇവർ തമ്മിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ മുന്നണിക്കകത്തുള്ള പ്രതിസന്ധികൾ കൂടുതൽ രൂക്ഷമാകുന്നതായിട്ടാണ് പുറമേ നിന്ന് നോക്കുന്നവരെല്ലാം മനസ്സിലാക്കുന്നത്. സോ LDF എന്ന് പറയുന്ന മുന്നണി അടുത്ത 5 വർഷത്തിനുള്ളിൽ തട്ടുംപുറത്ത് നിന്ന് താഴെ വീഴുന്ന പോലെ വീണ് ഉടഞ്ഞു പോകാനുള്ള സാധ്യതകളാണ് ഏറെയും.